എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റിൻ്റെ പുതിയ വിശേഷത്തിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ന് കാണിക്കുന്നത് ദേവയാനി അടുക്കളയിൽ പലഹാരം ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. നയനക്ക് ഇഷ്ടമുള്ള പലഹാരമാണ് ഉണ്ടാക്കുന്നത്. വളരെ ആസ്വദിച്ചും ഇഷ്ടത്തോടു കൂടിയാണ് എല്ലാം ചെയ്യുന്നത്. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നമ്മുടെ ജലജ കാണുന്നുണ്ട്. എന്തോ കള്ളത്തരം കാണിക്കാനുള്ള പരിപാടിയിലാണ് ജലജ. ദേവയാനി അടുക്കളയിൽ നിന്ന് പോയത് ജലജ അടുക്കളയിൽ കയറി കയ്യിലുള്ള പൊടി മാവിൽ കലക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഇത് കഴിച്ചിട്ട് മരുമകളും അമ്മായി അമ്മയും തമ്മിലുള്ള ശത്രുത കൂടണം, രണ്ടുപേര് കൂടുതൽ ശത്രുക്കളാകണം. ഇത് കഴിച്ചിട്ട് അവൾ ഇവിടെ കിടന്ന് നെട്ടോട്ടം മൂടുന്നത് കാണണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവുകയാണ്. പിന്നെ ദേവയാനി വന്ന് പഴംപൊരി ഉണ്ടാക്കാൻ തുടങ്ങി. പഴംപൊരി ഉണ്ടാക്കാൻ വെച്ച മാവിലാണ് ജലജ പൊടി കലക്കിയത്. ഇതൊന്നും അറിയാതെ ദേവയാനി വളരെ സന്തോഷത്തോടെ മാവിൽ മുക്കി പഴം പൊരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഓഫീസിൽ നയന എന്തൊക്കെയോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ആദർശ് വരികയാണ്. നീ എന്താ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്? ആരാണ് നിന്റെ ബാഗിൽ ആ മാല വെച്ചതെന്നാണോ? ആരെയാണ് നീ സംശയിക്കുന്നത്? അബിയെയാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അതെ, എനിക്ക് അവനെ തന്നെയാണ് സംശയം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, CCTV ക്യാമറ തകരാറിലായപ്പോഴേ എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തരികിട പണിയൊക്കെ അവനാണ് ചെയ്യുക. പിന്നെ കാണിക്കുന്നത് അനന്തപുരിയാണ്. അനന്തപുരിയിലേക്ക് നമ്മുടെ ദുഷ്ടക്കൂട്ടങ്ങളായ രേവതിയും വേണുവും വരുന്നതാണ് കാണിക്കുന്നത്. വന്നതും അനാമികയോട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. ഓ, ഇതാരാ വന്നിരിക്കുന്നത്? അപ്പോൾ വേണു പറയുന്നുണ്ട്, ഇടയ്ക്ക് വന്ന് ഞങ്ങളുടെ മകൾ ജീവനോടെ ഉണ്ടോ എന്ന് നോക്കണ്ടേ? അതെന്ത് പറച്ചിലാ വേണു എന്ന് ചോദിക്കുകയാണ് ദേവയാനി. പറയാതെ പറ്റില്ല ദേവയാനി, അതുപോലെയാണല്ലോ ഇവിടെ ഓരോന്ന് നടക്കുന്നത്. ഒരു ഗ്ലാസ് പാല് കുടിച്ചതേ ദേവയാനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കണ്ണു തുറന്നപ്പോൾ നിങ്ങൾ ICUലായിരുന്നില്ലേ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഒന്നും പേടിക്കണ്ട, ഇപ്പോൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അതെ, വല്യമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല രുചിയാണ്. ശരി, എന്നാൽ നിങ്ങളിരിക്കുക, ഞാൻ പോയി നിങ്ങൾക്ക് ചായയും പലഹാരവും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ദേവയാനി അടുക്കളയിലേക്ക് പോകുകയാണ്. പിന്നെ ഇവർ മൂന്നുപേരും കൂടി സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അനാമിക പറയുന്നുണ്ട്, മരുമോളെ അടുക്കളയിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വല്യമ്മ അടുക്കളയിൽ കയറുന്നത്. മരുമകളോടുള്ള ദേഷ്യം ഓരോ ദിവസവും കഴിയും തോറും കൂടി വരികയാണ്, അല്ലേ മോളെ എന്ന് വേണു ചോദിക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട്, അതുമാത്രമാണ് ആകെയുള്ളൊരു ആശ്വാസം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അവരെ നീ നന്നായി മുറുകെ പിടിച്ചു കൊള്ളണം, നല്ല കാശുള്ള കൂട്ടത്തിലാണ് അവർ. ഒരിക്കൽ നിനക്ക് സ്വർണം തന്നതല്ലേ, നിന്നോടുള്ള സ്നേഹം കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കണ്ണായ സ്ഥലത്ത് ഒരേക്കർ പറമ്പ് എഴുതിത്തരണമെന്ന് തോന്നിയാലോ? മരുമകളോടുള്ള ദേഷ്യത്തിൽ ചിലപ്പോൾ അതൊക്കെ നിനക്ക് എഴുതിത്തരും. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, ആദർശേട്ടനെ വല്യമ്മയ്ക്ക് ഭയങ്കര സ്നേഹമാണ്, അതുകൊണ്ടാണ് അവളെ വല്യമ്മ സഹിക്കുന്നത്. അപ്പോൾ രേവതിയും വേണുവും പറയുന്നുണ്ട്, രണ്ടുപേരെയും എന്ത് വില കൊടുത്ത് നമുക്ക് പിരിക്കണം. എന്നിട്ട് അവർ പറയുകയാണ്, നീ അടുക്കളയിൽ ചെല്ല്, വല്യമ്മയെ പോയി സോപ്പിട്. അങ്ങനെ മകനും മരുമകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച പലഹാരം വേണുവിനും രേവതിക്കും കൊടുത്തു. രേവതി പറയുന്നുണ്ട്, ചേച്ചി ശരിക്കും ഒരു അടുക്കളക്കാരിയായി അല്ലേ? അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വല്യമ്മ അവളെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചത്, പക്ഷേ അവൾക്കത് നല്ല കാര്യമായി. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതൊക്കെ പോട്ടെ മോളെ, അവളുടെ ഡിസൈൻ കമ്പനിക്ക് ഉപകാരമാകുന്നുണ്ടല്ലോ. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്ന് വെച്ച് അവളെ തലയിൽ കയറ്റി വെക്കരുത് എന്ന് ആദർശിനോട് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അബി വരുന്നുണ്ട്. പിന്നെ അബിയും അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും നന്നായി കഴിക്കുകയും ചെയ്തു. പിന്നെ വേണു ദേവയാനിയോട് പറയുന്നുണ്ട്, പലഹാരം നന്നായിട്ടുണ്ട്, അതുകൊണ്ട് വയറു നോക്കാതെ കഴിച്ചു. പിന്നെ കാണിക്കുന്നത് അബിയെയാണ്. അബിയുടെ വയറ്റിൽ പണി തുടങ്ങിയിട്ടുണ്ട്. വല്യമ്മ പണി പറ്റിച്ചോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അബി. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണുവിനെയും രേവതിയെയും അനാമികയെയുമാണ് കാണിക്കുന്നത്. അവരുടെ വയറ്റിനും പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രേവതിയും വേണുവും വയറൊക്കെ പൊത്തിപ്പിടിച്ച് അവരെന്ത് ഈ വീട്ടിൽ വന്നാൽ എപ്പോഴും വയറ്റിന് പ്രോബ്ലമാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടുകയാണ്. പിന്നാലെ ആരും ഓടുന്നുണ്ട്? നമ്മുടെ അനാമികയും ഓടുന്നുണ്ട്. ഇതോടെ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.